ഈ അധ്യാപനത്തിൽ നിന്ന് യോഗയിലേക്കുള്ളൊരു മാറ്റം അതെങ്ങനെയായിരുന്നു? ശരിക്കും അധ്യാപനത്തിൽ നിന്ന് യോഗയിലേക്ക് മാറിയതല്ല, യോഗയിലേക്ക് അധ്യാപനത്തിൽ നിൽക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഒരു 2011-12 കാലഘട്ടത്തിൽ തിരുവല്ലയിൽ ജോലിയായിട്ട് വന്ന സമയത്ത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനടുത്തുള്ള ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനടുത്ത് തന്നെ സുധീഷ് എന്ന് പറയുന്ന ഒരു സാറ് നടത്തുന്ന ഒരു യോഗാ സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ശരിക്കും ഞാൻ യോഗ ഒരു എക്സസൈസ് എന്നുള്ള നിലയിലാണ് ആദ്യം പോയത്. ഒരു ശാരീരിക വ്യായാമത്തിന് വേണ്ടി പോയതാണ്. പക്ഷേ സാറിൻ്റെ കൂടെ പോയി സ്ഥിരമായി അവിടെ പോകാൻ തുടങ്ങി. പോയി വന്നപ്പോഴത്തേക്ക് യോഗയോടൊരു ഇഷ്ടം വന്നു. അപ്പം സാറ് തന്നെ സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് വരുന്നുണ്ട്, അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രാക്ടിക്കൽ നമ്മൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് തിയറിയും കൂടെ പഠിക്കണം. അപ്പോൾ അതും കൂടെ പഠിച്ചാൽ എക്സാം എഴുതുമെന്ന് പറഞ്ഞാൽ എക്സാം എഴുതി. അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോഴ്സായി, തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്ലോമ കോഴ്സായി. അങ്ങനെ പടിപടിയായിട്ട് യോഗയിലേക്ക്. അപ്പോൾ ഈ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ഈ കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു, കോഴ്സുകളും മറ്റുമൊക്കെ അന്നേ വ്യാപകമായിരുന്നു അല്ലേ? അതെ. നേരത്തെ തന്നെ കോഴ്സുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ കേരള ഗവൺമെൻറ് നടത്തുന്ന SRC സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. അതിൻ്റേതായ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി അന്നേ നിലവിലുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ ഈ കോഴ്സുകൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കോഴ്സുകളും ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള കോഴ്സുകളും ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൂടുതൽ യോഗയിലേക്ക് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന ഒരു 11-12 മുതൽ തുടങ്ങിയെങ്കിലും 18 എനിക്ക് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി പോകുന്ന സമയത്തൊരു ഗ്യാപ്പ് വന്നു യോഗയിൽ. പക്ഷേ അന്നേരവും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പൈതൃക് യോഗ സ്കൂൾ എന്നാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്. ഇപ്പോഴും തിരുവല്ലയിൽ അത് വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. IYAയുടെ അഫിലിയേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള ബന്ധം അപ്പോഴും നിലവിലുണ്ട്. അന്നേരം ഇടയ്ക്കിടയ്ക്ക് കോഴ്സുകൾ നടക്കുമ്പോഴൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ എനിക്ക് വന്ന് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. അങ്ങനെ എന്തായാലും 20 വർഷം സർവീസ് തികഞ്ഞപ്പം VRS എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം നേരത്തെ ഉള്ളതാണ്. അത് 20 വർഷം തികഞ്ഞപ്പോഴത്തേക്ക് ഇത് കണക്ക് ഞാൻ VRS എടുക്കാൻ പോവുകയാണ് എന്ന് സുധീഷ് സാറിനെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ സാറിനോട് ഇങ്ങനെ പറഞ്ഞു. തിരുവല്ലയിൽ വന്ന സമയത്ത് എപ്പോൾ തിരുവല്ലയിൽ വന്നാലും ശ്രീവല്ലഭ ക്ഷേത്രത്തിലും പോവും, സാറിനെയും കാണാൻ പോവും. അപ്പോൾ സാറിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇതുപോലെ VRS എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഇപ്പോൾ എടുക്കുന്ന ഈ തീരുമാനത്തിന് പറ്റിയൊരു വേറൊരു മാർഗ്ഗമുണ്ട്. ടീച്ചർ നേരെ ഉത്തരകാശിക്ക് വിട്ടുകൊള്ളുക, അവിടെ പോയിട്ട് യോഗ TTC ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്തിനാ ഉത്തരകാശിക്ക് പോകുന്നത്, അവരുടെ തന്നെ ആശ്രമമില്ലേ? സാറ് പറഞ്ഞു, അങ്ങനെയല്ല, ഉത്തരകാശി ഹിമാലയത്തിലാണ്, ഹിമാലയത്തിൽ ചെയ്യുന്നതിന് ഒരു എനർജി വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ ഉത്തരകാശിക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞതിനോട്. എത്ര നാളത്തെ കോഴ്സ്? 1 മാസം. എങ്ങനെയുണ്ടായിരുന്നു 200 മണിക്കൂർ അവിടുത്തെ അനുഭവം? അവിടുത്തെ അനുഭവം എന്ന് പറയുന്നത്, ശരിക്കും നമ്മൾ ഇപ്പോൾ കാണുന്ന ഇവിടെ ഒരുപാട് യോഗ സെൻ്ററുകളുണ്ട്. അവിടെയൊക്കെ യോഗ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ ശാരീരിക വ്യായാമം എന്നുള്ള നിലയിലാണ് യോഗ പോകുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് ഇതൊന്നുമല്ല, യോഗയുടെ പിന്നിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ ശരിയായിരുന്നു അവിടെ ഒരു എനർജി? അതെ, എനർജിയിൽ വ്യത്യാസമുണ്ട്. കാരണം ഞങ്ങളുടെ ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഗംഗയുടെ തീരത്താണ്. ഞങ്ങൾ താമസിക്കുന്ന ഡോർമിറ്ററിയും ഗംഗയും തമ്മിൽ ഒരു 10 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. രാത്രിയിൽ ഗംഗ ഇങ്ങനെ ആർത്തലച്ചെഴുകുന്ന ശബ്ദം കേട്ടിട്ട്, നോർമലി ശബ്ദം കേട്ടാൽ ഉറക്കം വരാത്ത നമ്മളൊക്കെ പിന്നെ ഈ ഗംഗയുടെ ശബ്ദം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്തുന്നൊരിതുണ്ട്. അത്രയ്ക്ക് നല്ല പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ്. പിന്നെ ഒരു ആശ്രമ ജീവിതം, അതൊരു ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണ് ഈ 1 മാസം എന്ന് പറയുന്നത്. നമ്മളൊരു മാസം എല്ലാവരും ഒരുമിച്ച് അവിടെ താമസിക്കുന്നു. ആ ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, പ്രാക്ടിക്കൽ ക്ലാസ്സുകളുണ്ട്, അതിൻ്റെ കൂടെ തിയറി ക്ലാസ്സുകളുണ്ട്, വേദാന്തമുണ്ട്, ഭഗവത്ഗീതയുണ്ട്, ഇതൊക്കെ പഠിക്കുന്നുണ്ട്, മെഡിറ്റേഷനെ കുറിച്ചുള്ള ക്ലാസ്സുകളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആശ്രമത്തിലെ ജോലികൾ കർമ്മയോഗയുടെ ഭാഗമായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നു. പിന്നെ ഒരു നിശ്ചിത സമയമുണ്ട്, നമ്മുടെ ജീവിതത്തിനൊരു ചിട്ട വരും. രാവിലെ ഇത്ര മണിക്ക് കൃത്യമായി എഴുന്നേൽക്കുന്നു, രാത്രി ഒരു 10 മണിക്ക് കൃത്യമായി ഉറങ്ങുന്നു. അതിൻ്റെ ആ ഇടവേളയിൽ ഉള്ള സമയം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ മിനിറ്റും വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നു. ആ ഒരു ചിട്ടയിൽ എനിക്ക് ജീവിതം മാറും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും നമുക്കൊരു ക്രമം വരും. ആശ്രമത്തിൽ 2 നേരമേ ഭക്ഷണമുള്ളൂ. അപ്പം ആ 2 നേരത്തെ ഭക്ഷണത്തിന് ആയാൽ തന്നെ അത് വളരെ സാത്വികമായ ഭക്ഷണമാണ്. അങ്ങനെയൊക്കെ മൊത്തത്തിലൊരു ജീവിതത്തിനൊരു ചിട്ട വരും.